ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. വൈകുന്നേരം 5 മണി വരെ 6.7% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മണിപ്പൂരിലും ത്രിപുരയിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. മണിപ്പൂരിൽ വോട്ടെടുപ്പ് സമാധാനപരമായാണ് നടന്നത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ അവസാനവട്ട നിരീക്ഷണം നടത്തുമ്പോൾ എന്തൊക്കെ റിസൾട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത്? സമാധാനപരമായിരുന്നോ? ഏത് രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചത്? ഐസൺ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പും വളരെ സമാധാനപരമായി പൂർത്തിയായിരിക്കുകയാണ്. വൈകുന്നേരത്തെ കണക്ക് പ്രകാരം, അതായത് 5 മണിക്ക് ശേഷമുള്ള കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 5 മണി വരെ ഏതാണ്ട് 67% ആളുകൾ ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നത് ശ്രദ്ധേയമായി. അതിൽ ത്രിപുരയിലാണ് ഏറ്റവും മികച്ച പോളിംഗ്. ത്രിപുര, അതോടൊപ്പം തന്നെ മണിപ്പൂർ, ഈ രണ്ട് സംസ്ഥാനങ്ങളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 77% പേരാണ് ത്രിപുരയിലും മണിപ്പൂരിലും വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ത്രിപുരയിൽ 2 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇന്നത്തെ വോട്ടിങ്ങോടുകൂടി ത്രിപുരയിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. ഒപ്പം മണിപ്പൂരിലും പോളിംഗ് പൂർത്തിയായിരിക്കുകയാണ്. നമുക്കറിയാം, മണിപ്പൂരിലെ വോട്ടെടുപ്പ് സംബന്ധിച്ച് വലിയ ആശങ്ക പരത്തുന്ന വാർത്തകൾ വ്യാപകമായി ഉണ്ടായെങ്കിലും മണിപ്പൂരിൽ വളരെ സമാധാനപരമായി ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. ഇന്നിപ്പോൾ ഔട്ടർ മണിപ്പൂരിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഈ ഔട്ടർ മണിപ്പൂർ മേഖലയിലാണ് കഴിഞ്ഞ വർഷം മെയ്യിൽ വലിയ കലാപം ഇരു സമുദായങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഇരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ, കുക്കികളും മേധികളും തമ്മിൽ ഉണ്ടാവുകയും അതേ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ പല കോണുകളിലും ശക്തമായിരുന്നു. പക്ഷെ അപ്പോഴും BJPയും കേന്ദ്ര സർക്കാരും പറഞ്ഞത് മണിപ്പൂരിൽ വളരെ സമാധാനപരമായി തന്നെ പോളിംഗ് നടത്തുമെന്നുള്ളതായിരുന്നു. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പലതവണ മണിപ്പൂരിലെത്തി. അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിക്കായും അടുത്ത കാലത്ത് ഇംഫാൽ ഉൾപ്പെടെയുള്ള മണിപ്പൂരിലെ പ്രദേശങ്ങളിൽ എത്തിയിരുന്നു. എന്തായാലും മണിപ്പൂരിൽ കാര്യമായ സംഘർഷമില്ലാതെ തന്നെ 2 ഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഒപ്പം ത്രിപുരയിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് വോട്ടെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇനിയും അടുത്ത ഫേസ്, തേർഡ് ഫേസ് നടക്കുന്നത് മെയ് മാസം 7-ാം തീയതിയാണ്. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോളിംഗ് നീങ്ങുന്നു എന്നുള്ളതാണ്. ഗുജറാത്ത് നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും സ്വന്തം തട്ടകമാണ്. 2014-ലും 2019-ലും ആകെയുള്ള 26 സീറ്റുകളും BJPക്ക് സമ്മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ ഭരണത്തിന് ഗുജറാത്ത് ആ രീതിയിലുള്ള അകമൊഴിഞ്ഞ പിന്തുണ സമ്മാനിച്ചത്. അതിനാൽ ഈ തവണയും ഗുജറാത്തിലെ 26-ലും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം BJP നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ നിർണായകമായ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇനിയും മെയ് മാസം 7-ാം തീയതി മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഐസൻ. ഗൗതം, തീർച്ചയായും ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ വലിയൊരു മുന്നേറ്റം നടത്തിയ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആ മൂന്നാം ഘട്ടത്തിൽ ഏത് രീതിയിലുള്ള മേൽക്കൈ, നേരത്തെ ഗൗതം സൂചിപ്പിച്ചതിൽ നിന്നും കുറെ കൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഏത് രീതിയിലുള്ളൊരു മേൽക്കൈയാണ് BJPക്കുള്ളത്? എന്താണ് ആ മേൽക്കൈനെ അടിസ്ഥാനപരമായ ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനാകുന്നത്? ഐസൺ, ഈ രണ്ടാം ഘട്ടവും അതോടൊപ്പം തന്നെ ഒന്നാം ഫേസിലുമൊക്കെ വളരെ ശ്രദ്ധേയമെന്നത് BJPക്ക് കഴിഞ്ഞ തവണ കുറച്ച് നഷ്ടമായ സീറ്റുകൾ അടങ്ങുന്ന മേഖലകളിലാണ്. ഇന്നത്തെ വോട്ടിംഗ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളം കഴിഞ്ഞ തവണ BJPക്ക് അവിടെ സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. അതിനാൽ അത്തരം ഒരു സംസ്ഥാനത്ത് സീറ്റുകൾ നേടിക്കൊണ്ട് കൂടുതൽ 400 പാർ എന്ന ഒരു നമ്പറിലേക്ക്, 400-ന് മുകളിലേക്ക് കടക്കാനാണ് BJP ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്നത്. അതിനാൽ ആദ്യത്തെ ഫേസിലും സെക്കൻഡ് ഫേസിലും പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ BJPക്ക് കാര്യമായ പ്രകടനം നടത്താൻ കഴിയാത്ത സംസ്ഥാനമാണ്. ഇപ്പോൾ ഒന്നാമത്തെ ഫേസിലാണ് 39 ലോക്സഭാ മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടന്നത്. അതിനാൽ തമിഴ്നാട്ടിലും ഈ തവണ വലിയൊരു മുന്നേറ്റം BJP ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം കേരളം അതുപോലെ BJP വൻ മുന്നേറ്റം ലക്ഷ്യമിടുന്ന മറ്റൊരു സംസ്ഥാനമാണ്. അങ്ങനെ 1ഉം 2ഉം ഫേസുകൾ നോക്കിക്കഴിഞ്ഞാൽ 2019-ൽ BJPക്ക് സീറ്റുകൾ കുറഞ്ഞ, അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ പല സംസ്ഥാനങ്ങളുമാണ് ആദ്യത്തെ 1-2 ഫേസിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയത്. പക്ഷേ 3-4 ഘട്ടങ്ങളിലേക്കൊക്കെ വരുമ്പോൾ BJP ഒരു തൂത്തുവാരിയ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ ഗുജറാത്ത് സൂചിപ്പിച്ചിരുന്നു, ഒപ്പം രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങൾ, ഇതൊക്കെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ മുഴുവൻ ലോക്സഭാ സീറ്റുകളും BJPക്ക് സമ്മാനിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. അത് ഗുജറാത്ത് മാത്രമല്ല, 25 സീറ്റുകളുള്ള രാജസ്ഥാൻ നോക്കിക്കഴിഞ്ഞാൽ 2014-ലും 19-ലും മുഴുവൻ സീറ്റുകളും BJPക്കാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകിക്കൊണ്ട് മുഴുവൻ സീറ്റുകൾ വിജയിക്കുന്നു. ഒപ്പം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ മെയ് മാസം 25-ാം തീയതി, അതായത് 6-ാം ഫേസിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ ഡൽഹിയുടെ ഒരു സാഹചര്യവും 7 സീറ്റും BJPയാണ് വിജയിച്ചിട്ടുള്ളത് 2014-ലും 19-ലും. ഒപ്പം ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാന നോക്കുകയാണെങ്കിൽ 10-ൽ 10 സീറ്റും BJP വിജയിച്ചു.
തെളിയിച്ച സംസ്ഥാനമാണ്. ഒപ്പം ഹിമാചൽ പ്രദേശ് പോലെ 4 സീറ്റും 2019-ൽ 14-ലും BJPക്ക് ലഭ്യമായിട്ടുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ അത്തരം സംസ്ഥാനങ്ങളിലേക്കാണ് ഇനിയും വരുന്ന ഫേസുകളിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. അതായത് 2014-ലും 19-ലും BJPക്ക് ദേശീയ തലത്തിൽ വലിയ മുന്നേറ്റം നടത്തുവാൻ കാരണമായ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് വിശാല സംസ്ഥാനങ്ങൾ, ലോക്സഭയിലേക്ക് കൂടുതൽ മണ്ഡലങ്ങളെ സമ്മാനിക്കുന്ന, കൂടുതൽ പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പ് ഘട്ടം ഘട്ടമായി നീങ്ങുകയാണ്. അതിനാൽ കൂടുതൽ ആവേശകരമായ പ്രചരണ കാഴ്ചകൾ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഐസൻ.